കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ റബ്ബർ വില കുതിച്ച് കയറുകയാണ്. രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചപ്പോൾ RSS 4 ഒരു കിലോയ്ക്ക് 207 രൂപ 50 പൈസയ്ക്കും RSS 5 ഒരു കിലോയ്ക്ക് 202 രൂപ 50 പൈസയ്ക്കുമായിരുന്നു കച്ചവടം ആരംഭിച്ചത്. പിന്നെ അതിനുശേഷം റബ്ബർ വില കുതിച്ച് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന വില നോക്കാം. റബ്ബർ വില കോട്ടയം RSS 4 ഒരു കിലോയ്ക്ക് 209 രൂപ മുതൽ 210 രൂപ വരെയും, RSS 5 വില ഒരു കിലോയ്ക്ക് 206 രൂപ, ലൂസ് ഒരു കിലോയ്ക്ക് 200 രൂപ, ലോട്ട് ഒരു കിലോയ്ക്ക് 185 രൂപ മുതൽ 190 രൂപ വരെയും, ഒട്ടുപാൽ 80% DRC ഉള്ളതിന് ഒരു കിലോയ്ക്ക് 132 രൂപ മുതൽ 139 രൂപ വരെയും, ലാറ്റക്സിന് 60%ന് 130 രൂപ, ഫീൽഡ് ലാറ്റക്സിൻ്റെ വില ഫാക്ടറി വില 194 രൂപ മുതൽ 197 രൂപ വരെയും, ISNA 20 വില ഒരു കിലോയ്ക്ക് 185 രൂപ. ഇതാണിപ്പോൾ കോട്ടയത്ത് നടക്കുന്ന വില. ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം. RSS 4 ഒരു കിലോയ്ക്ക് 208 രൂപ മുതൽ 209 രൂപ വരെയും, RSS 5 വില ഒരു കിലോയ്ക്ക് 206 രൂപ. ഇനി ഇപ്പം നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 188 രൂപ, 25% DRC ഉള്ള 200 ലിറ്റർ ഉള്ളുന്ന ബാരലിന് 9400 രൂപ, 30% DRC ഉള്ള 200 ലിറ്റർ ഉള്ളുന്ന ബാരലിന് 11280 രൂപ, 35% DRC ഉള്ള 200 ലിറ്റർ ഉള്ളുന്ന ബാരലിന് 13160 രൂപ. ഇനി നമുക്ക് കുരുമുളകിൻ്റെ വില നോക്കാം. കുരുമുളകിൻ്റെ വില നോക്കിക്കഴിഞ്ഞാലും കുരുമുളകിൻ്റെ വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ വില നോക്കാം. കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് 724 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് 704 രൂപ, കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് 694 രൂപ. കുരുമുളക് വിലക്കയറ്റം കർഷകരെ ആവേശം കൊള്ളിക്കുന്നു. ഇടുക്കി, വയനാട്, പത്തനംതിട്ടയിലും മറ്റു മേഖലകളിലും മൂത്ത് വിളഞ്ഞ മുളക് മണികൾ വിളവെടുത്ത് ഉണക്കി സംസ്കരിക്കുന്ന തിരക്കിലാണ് വൻകിട ചെറുകിട കർഷകർ. ആഗോള കുരുമുളക് വിപണിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് സീസൺ കാലയളവിൽ ഉൽപ്പന്ന വില ഇത്രമാത്രം ശക്തമായ നിലയിൽ നീങ്ങുന്നത്. മുളക് വില കിൻഡലിന് 70,000 രൂപയ്ക്ക് മുകളിൽ വില ഉറപ്പുവരുത്താനായത് പഴമക്കാരായ കർഷകർ സ്വപ്ന തുല്യമായ നേട്ടമായാണ് വിലയിരുത്തുന്നത്. ഏഷ്യൻ റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങൾ ഓഫ് സീസണിലെ ഉണർവിനെ ഉറ്റുനോക്കുന്നു. ലഭ്യത കുറവ് മുന്നിൽ കണ്ട് നിക്ഷേപകർ അവധി വ്യാപാരത്തിൽ കാണിച്ച താൽപ്പര്യം ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബറിന് കരുത്ത് പകർന്നെങ്കിലും ഊഹക്കച്ചവടക്കാർ സിംഗപ്പൂർ, ചൈനീസ് എക്സ്ചേഞ്ചുകളിൽ വിൽപ്പനയ്ക്ക് മുൻതൂക്കം നൽകി. ലൂണാർ പുതുവത്സര ആഘോഷങ്ങൾ അടുത്തതോടെ വാരാന്ത്യം ചൈനീസ് വിപണികൾ ഹോളിഡേ മൂഡിലേക്ക് തിരിയും. വ്യാവസായിക ആവശ്യം റബ്ബറിന് ചുരുങ്ങുന്നത് ഉൽപ്പന്നത്തിൽ സമ്മർദ്ദം സൃഷ്ടിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഊഹക്കച്ചവടക്കാർ. കേരളത്തിൽ ടാപ്പിംഗ് ചുരുങ്ങി. സംസ്ഥാനത്ത് വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്നതിനാൽ റബ്ബർ മരങ്ങളിൽ നിന്നുള്ള പാൽ ലഭ്യത പല ഭാഗങ്ങളിലും കുറഞ്ഞതോടെ ടാപ്പിംഗിൽ നിന്നും വലിയ പങ്ക് കർഷകരും അല്പം പിന്തിരിഞ്ഞു. ഷീറ്റ് ക്ഷാമം രൂക്ഷമായതോടെ ടയർ വ്യവസായികൾ കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ ഷീറ്റിൻ്റെ വില ഉയർത്തി. ഡിമാൻഡ് വർദ്ധിച്ചു, റബ്ബർ വില കുതിക്കുന്നു. ടയർ കമ്പനികൾക്ക് 3ാം പാദം ബഹുക്ഷേമം. രാജ്യത്ത് GST പരിഷ്കാരത്തിന് ശേഷം വാഹന വിൽപ്പന കുത്തനെ ഉയർന്നിരുന്നു. ഇത് ടയർ വിൽപ്പനയിലും പ്രതിഫലിക്കുന്നുണ്ട്. രാജ്യത്ത് വാഹന വിപണി സജീവമായതോടെ ടയർ വിൽപ്പനയും കുതിക്കുന്നു. ടയർ വിൽപ്പന വർദ്ധിച്ചതോടെ പ്രകൃതിദത്ത റബ്ബറിനായുള്ള ടയർ കമ്പനികളിൽ നിന്നുള്ള ആവശ്യകതയും വർദ്ധിച്ചു. ഇതോടെ സംസ്ഥാനത്ത് റബ്ബർ വിലയും ഉയരുകയാണ്. ഉൽപ്പാദനം കുറഞ്ഞതും വില ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്. വില ഇനിയും ഉയരും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് റബ്ബർ വില ഉയരുകയാണ്. ഉൽപ്പാദനം പെട്ടെന്ന് താഴ്ന്നതോടെ ചരക്ക് ലഭ്യത തീർത്തും കുറഞ്ഞിരുന്നു. ഇതാണ് പെട്ടെന്ന് വില കയറാൻ കാരണം. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. കാർഷിക വാർത്തകളും വിലകളും കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുകയാണെങ്കിൽ കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.